Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ട്രാൻസിഷൻ, അതായത് പിൻട്രസ്റ്റ് ട്രാൻസിഷൻ, നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ വരുന്ന ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കുറേ അധികം എഫക്ട്സും കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അധികം വലിയ ലാഗൊന്നും എനിക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ് ഇതിലധികവും വരുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഓരോ കീ ഫ്രെയിമൊക്കെ മിസ്സായി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിലേക്ക് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു പിൻട്രസ്റ്റിൻ്റെ ഒരു ഇമേജ്, അതായത് പിൻട്രസ്റ്റിൻ്റെ ഒരു PNG നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സൈസിലാണോ ആ ഒരു PNG വേണ്ടത്, ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ആ ഒരു സൈസുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബീറ്റ് മാർക്ക് ആഡ് ചെയ്യണം. 1, അതേപോലെ 0.15, 1.15, ഈ ഒരു 3 റേഞ്ചിൽ നമ്മൾ ബീറ്റ് മാർക്ക് ആഡ് ചെയ്യണം. കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സൂം ട്രാൻസിഷൻ ആണ്. നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു ബൗൺസി ആയിട്ട് വരുന്ന ഒരു സൂം ട്രാൻസിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. സൂമിൽ വന്നിട്ട് 1, അതേപോലെ ഫസ്റ്റിൽ. അപ്പോൾ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രലായിട്ട് വന്നിട്ട് നമ്മളിവിടെ രണ്ടാമത്തെ കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ഇലാസ്റ്റിക് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഏകദേശം ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കറക്റ്റ് ആ ഒരു പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ബൗൺസി ആയിട്ടുള്ള ആ ഒരു ലോഗോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനിയാണ് നമ്മൾക്ക് ബാക്കിയുള്ള മൂവ്മെൻ്റൊക്കെ കൊടുക്കേണ്ടത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പാർട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ്. അതായത് ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പാർട്ടാണ് നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ നമ്മൾ പറഞ്ഞാൽ അടുത്തൊരു കീ ഫ്രെയിം എവിടെ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ 0.15 അടുത്തൊരു കീ ഫ്രെയിം വരുന്നത്. ദെൻ ലാസ്റ്റിലെ കീ ഫ്രെയിം പറഞ്ഞാൽ 1.15. അപ്പോൾ 1.15 കീ ഫ്രെയിം പറഞ്ഞാൽ ഇതേപോലെ മുകളിലേക്ക് പോകുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ലോഗോ മുകളിലേക്ക് പോകുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഈ ഒരു 4th കർവാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു 4th കർവ് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു കർവ് നമ്മൾ കറക്റ്റായിട്ട് കോപ്പി ചെയ്തെടുക്കുക. ഇനിയുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്സ് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റൗണ്ടഡ് റെക്ടാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ എഡിറ്റ് ഷേപ്പിൽ വന്നിട്ട് അതിൻ്റെ റേഡിയസ് വന്ന് നമ്മളൊരു 118 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ അതിൻ്റെ സൈസിൽ വന്നിട്ട് വൈയുടെ വാല്യൂ നമ്മളൊരു 43 കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എക്സിൻ്റെ വാല്യൂ നമ്മൾ നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 500 വരെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ആ റൗണ്ടഡ് റെക്റ്റാങ്കിളിൻ്റെ കളർ വന്ന് നമ്മൾ ഒരു ഗ്രേ കളറാക്കി കൊടുക്കുക, ഈ ഒരു കളറാക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിൽ വരിക. ഞാനിപ്പം NKL EDITS തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യേണ്ടത് ആ ഒരു സംഭവം കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ക്യാരക്ടർ നെയിം കൊടുക്കുക. ഓക്കെ, അതിപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കൊടുക്കുക. ഇപ്പം നിങ്ങൾ അല്ലു അർജുനാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അല്ലു അർജുൻ, ഏത് വീഡിയോ ആണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങളിവിടെ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ടും നമുക്കിവിടെ കൊടുക്കാം. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ കളർ വന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക, ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഇതേപോലെ മൂവ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഒരു പൊസിഷനിൽ കൊണ്ടുപോകും. നമ്മൾ സെർച്ചൊക്കെ ചെയ്യുമ്പോൾ ഏകദേശമുള്ള സെയിം മെത്തേഡിൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുപോയി സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റിൽ വരിക. ദെൻ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ടെക്സ്റ്റ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ രണ്ടാമതായിട്ട് ഈ ഒരു കേഴ്സറിൻ്റെ ചിഹ്നം വരുന്നുള്ള ആ ഒരു ഷേപ്പ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ ഇതേപോലെ എൻഡിലായിട്ട് കറക്റ്റായി ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു ലൈൻ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് അതിലൊരു ബ്ലിങ്ക് കൊണ്ടുവരണം. അതായത് നമ്മുടെ ആ ഒരു കേഴ്സർ ആടുന്ന ബ്ലിങ്ക് ചെയ്യുന്ന കണക്കായിരിക്കും നമ്മൾ ഉണ്ടാവുക. നമ്മൾ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ബ്ലിങ്ക് കൂടെ ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ബ്ലിങ്കിന് നമ്മൾ ഫ്രീക്വൻസി ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ഇതേപോലെ നമുക്ക് ബ്ലിങ്ക് ആയി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഷേപ്പിൽ വന്ന ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു സെർച്ച് ബാറിൻ്റെ ഈ ഒരു ബട്ടൺ, അതായത് ഈ ഒരു എംബ്ലം നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നമ്മളത് വന്നിട്ട് കളർ വന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ ആ ഒരു ഷേപ്പിൻ്റെ സൈസ് വന്ന് നമ്മൾ നന്നായി കുറച്ച് കൊടുക്കുക. ഇതേപോലെ ആ ഒരു സ്ക്രീനിൽ ഫിറ്റ് ആവുന്ന പോലെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലാണ് പിൻട്രസ്റ്റിൻ്റെ സെർച്ച് ബാർ, ആ ഒരു
എംബ്ലം വരിക. അത് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മെത്തേഡ് അനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കറക്റ്റായി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് സെറ്റ് ചെയ്യുക. അതേപോലെ ടെക്സ്റ്റിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ വന്ന ശേഷം ഞാൻ ഒരു ഫോട്ടോ കൊടുക്കുക, ഇതേപോലെ ഒരു ക്യാമറയുടെ. ഇത് വന്ന് നമുക്ക് പിൻട്രസ്റ്റിൽ കാണാൻ സാധിക്കും. പിൻട്രസ്റ്റ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്കിത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പിൻട്രസ്റ്റിൻ്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു എംബ്ലം കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെർച്ച് ബാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു സെർച്ച് ബാറിൻ്റെ ഷേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ എല്ലാ ലെയറും കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് വേണ്ടത്. താഴത്തെ ആ ഒരു ലെയർ പിൻട്രസ്റ്റ് ലോഗോ ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനാണ് മൂവ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ലെയർ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഇതേപോലെ 2 കീ ഫ്രെയിംസാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ മുകളിലായിട്ട് ആ ഒരു സെർച്ച് ബാർ എവിടെയാണോ കാണുക ഇതേപോലെ സെറ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റിലെ കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതേപോലെ താഴെന്ന് മുകളിലേക്ക് വരുന്ന രീതിക്കായതുകൊണ്ട് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നേരത്തെ കൊടുത്ത ആ ഒരു സെയിം കർവ് തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ 2 ലെയറിലും കൂടെ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. മോഷൻ ബ്ലർ ആഡ് ചെയ്ത ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് മോഷൻ ബ്ലറിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 0.80 ആണ് കൊടുക്കുന്നത്. നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് കൊടുക്കുക. നിങ്ങൾ അധികം ഓവർ ആവാണ്ട് എങ്ങനെയാ വെച്ചാൽ കൊടുക്കുക. ദെൻ ഞാനത് കോപ്പി ചെയ്തിട്ട് ഈ ഒരു ലെയറിലും കൂടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഫസ്റ്റ് പോപ്പായി വന്നു. ദെൻ ഇതേപോലെ മുകളിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും NKL എഡിറ്റ്സിനായിട്ട് കറക്റ്റായിട്ട് ആ ഒരു ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ തന്നെ ആഡ് ചെയ്യുക. ഇതെന്തിനാ വെച്ചാൽ നമ്മളെ പിൻട്രസ്റ്റിൽ നമുക്ക് മുകളിൽ കുറേ അധികം ഓപ്ഷൻസ് കാണിക്കും. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമ്മൾ 118 ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ സൈസ് വന്ന് നമ്മൾ 43 ആക്കി കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെയൊക്കെ സൈസ് ഏകദേശം ഒരുപോലെയാണ് വരിക. ഓക്കെ, 43 സെറ്റ് ചെയ്യുക. ദെൻ നമ്മളെന്ത് ചോദിച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അല്ലു അർജുൻ അല്ലെങ്കിൽ നെയ്മർ എന്ന് സെർച്ച് ചെയ്താൽ ഇപ്പോൾ അതിൽ വരുന്ന ഓപ്ഷൻസ് ചിലപ്പോൾ 4K വരും. അതേപോലെ വാൾപേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അതേപോലെ കുറേ അധികം സംഭവങ്ങൾ വരും. ഇതിലിപ്പോൾ ഞാൻ NKL എഡിറ്റ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാനായതുകൊണ്ട് ഞാനിപ്പം ജസ്റ്റ് യൂട്യൂബ് അങ്ങനെയൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാനിപ്പോൾ യൂട്യൂബിൽ നിന്ന് ടൈപ്പ് ചെയ്ത് ഒരു ഫോണ്ട് കൊടുക്കുകയാണ്. സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റ് നോർമൽ അലൈൻ ചെയ്യുന്ന പോലെ അതിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, റൗണ്ടഡ് റെക്റ്റാങ്കിളിൽ വരിക. സൈസിൽ വന്നിട്ട് യൂട്യൂബ് ഫുള്ള് അതിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു 2 ലെയർ ആ റൗണ്ടഡ് റെക്റ്റാങ്കിളും ആ ഒരു ടെക്സ്റ്റും കൂടെ ഗ്രൂപ്പ് ചെയ്യുക. ഇതേപോലെ ഗ്രൂപ്പ് ചെയ്ത ശേഷം നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആ ഒരു സംഭവമൊക്കെ വരിക. പിൻട്രസ്റ്റ് യൂസേഴ്സിന് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ എഡിറ്റ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനും ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. ദെൻ ഇതിൽ നമ്മൾക്ക് മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്കെയിൽ ടൂളിലേക്ക് വരിക. ഇവിടെ 1.15 തന്നെയാണ് കീ ഫ്രെയിം വരുന്നത്. ദെൻ 0 അടുത്തൊരു കീ ഫ്രെയിം. അപ്പോൾ എന്ന് പറഞ്ഞാൽ താഴ്ന്ന് വരുന്ന പോലെ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിത് താഴേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ 4th കർവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പം കോപ്പി ചെയ്ത ആ ഒരു കർവ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു എഫക്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. മോഷൻ ബ്ലർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഗ്രൂപ്പ് 2 എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അടുത്തൊരു ലെയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ എഡിറ്റ് ഗ്രൂപ്പ് കൊടുത്ത ശേഷം നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്ത് ടെക്സ്റ്റ് ആണോ അവിടെ കൊടുക്കേണ്ടത് അത് നിങ്ങൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. യൂട്യൂബിൽ പോവുക. നമ്മൾ എഡിറ്റ് ടെക്സ്റ്റ് പോയിട്ട് നിങ്ങൾ അടുത്ത് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഫേസ്ബുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം ആ ഒരു ഷേപ്പ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലോ കുറവോ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക അടുത്തത് ആഡ് ചെയ്യുമ്പം. ദെൻ എന്ന് പറഞ്ഞാൽ റൗണ്ടഡ് റെക്റ്റാങ്കിളിൻ്റെ കളർ നമ്മൾ മാറ്റുക. വേറെ ഏതെങ്കിലും ഒരു കളർ സെറ്റ് ചെയ്യുക. ദെൻ ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു പൊസിഷൻ മാറ്റി കൊടുക്കുക. ഈ ഒരു സൈഡിലേക്കായിട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ അതേപോലെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ സെൻറ്ററിലായിട്ട് ഈ ഒരു കർവ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു മോഷൻ ബ്ലർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ദെൻ എഗെയിൻ നമ്മൾ ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇവിടെ ഈ ഒരു മുകൾ ഭാഗം ഫില്ല് ചെയ്യുന്ന വരെ നിങ്ങൾ സെറ്റ് ചെയ്യാതെ. ദെൻ നമ്മൾ എഡിറ്റ് ഗ്രൂപ്പിൽ വരെ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഡെമോക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ റൗണ്ടഡ് റെക്റ്റാങ്കിൾ വന്നിട്ട് അടുത്തൊരു കളറ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ,
ദെൻ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം ഇതും നമ്മൾ എൻഡ് വരെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. ഇത് കുറച്ച് ഈ ഒരു സൈഡിലേക്കായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളെ മുകളിൽ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ നോക്കുക. അതായത് അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോയിൽ ചെയ്യുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ആ ഒരു മെത്തേഡ് മാത്രം മനസ്സിലാക്കുക, ശേഷം നിങ്ങൾ കറക്റ്റായി ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താലും നമ്മൾ ഈ ഒരു കർവും അതുപോലെ തന്നെ ഈ ഒരു എഫക്റ്റ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ഓർഡർ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് കുറച്ചൊന്ന് ലെങ്ത് ആക്കി കൊടുത്തിട്ട് ഒരു കീ അല്ലെങ്കിൽ 2 കീ മാറ്റിയിട്ട് അടുത്തൊരു ലെയർ സെറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നിക്കിൽ ഒരു ആ ഒരു ഇവിടെ മുകളിൽ കാണുന്ന ആ ഒരു ഫ്രെയിം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ഫ്രെയിം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് 1 by 1 ആയിട്ട് വരും. ഫസ്റ്റ് ഈ ഒരു ലെയർ അതിൻ്റെ ബാക്കിൽ അടുത്തടുത്ത ലെയറായിട്ട് വരും. ഇനി ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ അടുത്ത ഫോട്ടോ ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ടത്. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ആഡ് ചെയ്തോളൂ ഒരു 4 ഫോട്ടോസ് നിങ്ങൾ ഇവിടെ എൻഡ് പാർട്ടിലായിട്ട് വന്ന് ആഡ് ചെയ്യുക. അതായത് നമ്മൾ ലാസ്റ്റത്തെ ലെയർ എവിടെയാണോ തുടങ്ങുന്നത് അവിടെ വന്ന് നമ്മൾ 4 ഫോട്ടോസ് ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 4 ഫോട്ടോസും സെയിം സൈസ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ദെൻ ആ ഒരു ഗ്രൂപ്പ് വന്ന് ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഏകദേശം ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ വന്ന് ഇതൊന്ന് അൺഗ്രൂപ്പ് ചെയ്യുക. ദെൻ ഇതേപോലെ എൻഡ് പോർഷനിലായിട്ട് വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഫോട്ടോസ് എവിടെയൊക്കെയാണ് വേണ്ടതെന്നുള്ള അറേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെയിം സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഒന്ന് സാധാരണ നോർമലി ചെയ്യുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. പിൻട്രസ്റ്റിൽ എല്ലാ ഫോട്ടോയും ഒരേ സൈസിലല്ല വരിക. അപ്പോൾ ഇതേപോലെയൊക്കെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 4 ഫോട്ടോ, ഞാനിപ്പോൾ 4 ഫോട്ടോ മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം എടുക്കുക. അത് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 4 ഫോട്ടോസ് ഇതേപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതേപോലെ അറേഞ്ച് ചെയ്യണമെന്നില്ല. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ ചെയ്യുമ്പം വാൾപേപ്പേഴ്സൊക്കെ അതായത് വലിയ വലിയ ഫോട്ടോസൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെയും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഏറ്റവും എൻഡിലായിട്ടല്ല കുറച്ച് ഫ്രണ്ടിലായിട്ട് ഇതേപോലെ ഒരു 1.25 അല്ലെങ്കിൽ 2.3 നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിം വരുന്നത്. അപ്പോൾ അവിടെ തൽക്കാലം ഒരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്യുക. ദെൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ ഏറ്റവും ഫസ്റ്റായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇതേപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെ നിന്നാണ് ഇതും വരുന്നത്, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു കർവ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു എഫക്റ്റും ഇവിടെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ എല്ലാവരിലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരുപാടധികം ടൈമായി, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇതേപോലെ കറക്റ്റായിട്ട് താഴേക്ക് മൂവ് ചെയ്യുക. കറക്റ്റായിട്ട് മൂവ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എഫക്ട്സും ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു ഫ്രെയിം അല്ലെങ്കിൽ 2 ഫ്രെയിം ഇട്ടിട്ട് ഓരോന്നും നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഇവിടെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്. അത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെയർ അഡ്ജസ്റ്റ് ചെയ്തുള്ള കുഴപ്പമാണ്. നമ്മൾ ഫസ്റ്റ് വരേണ്ടത് ഈ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഫസ്റ്റായിട്ട് വരേണ്ടത്. അത് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഫസ്റ്റ് വരേണ്ട ഫോട്ടോ ഇവിടെ ഏറ്റവും താഴെയായിട്ട്, പിന്നെ ഇത് അങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ലെയർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഒന്നിന് മേലെ ഒന്നും ഓവർലാപ്പായി വരാത്ത രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾക്കിനി മീൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഫുള്ള് ഗ്രൂപ്പ് ആയിട്ട് ഇതിൻ്റെ ഒരു ലെയർ കൂടെ ആഡ് ചെയ്യുക. ദെൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി കുറച്ചാൽ നമുക്ക് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ സെയിം സാധനം കിട്ടും. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.